ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ തവണ കാറ്റേ കടലേ എന്ന പാഠത്തിലെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചില്ലേ? അതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. അതെ, ഇത് രണ്ടാം ഭാഗമാണ് ട്ടോ. ആദ്യ ഭാഗം കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതും മറ്റു പാഠങ്ങളുടെ വീഡിയോകളുമെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. എന്തായാലും കാണണം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. ഇന്ന് നമ്മൾ ഈ പാഠത്തിലെ കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഒരു ഡിറ്റക്റ്റീവ് പോലെ കണ്ടുപിടിക്കാൻ പോവാണ്. ആഹാ, കൊള്ളാം. റെഡിയല്ലേ? എല്ലാവരും റെഡി. നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം കറുമ്പിപ്പശു എന്ന കവിതയെക്കുറിച്ചാണ്. ആ കവിതയിലൊരു അമ്മയും കുട്ടിയുമുണ്ട്. അതാരാണെന്നാണ് ചോദ്യം. ചിലപ്പോ മായാവിയെപ്പോലെ ഒളിഞ്ഞിരിപ്പുണ്ടാവും ഉത്തരം. ശരിയാണ്. ആ കവിതയിലെ അമ്മ എന്ന് പറയുന്നത് അത് ആകാശത്തിലെ കാർമേഘമാണ്. കാർമേഘം. അതെ. പിന്നെ കുട്ടിയോ അത് മണ്ണിൽ മുളക്കാൻ തയ്യാറായിരിക്കുന്ന വിത്തും. ഓ, അമ്മയായ മേഘത്തിൽ നിന്നാണല്ലോ വിത്തിന് വളരാനുള്ള വെള്ളം കിട്ടുന്നത്, അല്ലേ? ശരിയാണ്. കൊള്ളാം. മേഘം അമ്മ, വിത്ത് കുട്ടി. നന്നായിരിക്കുന്നു. അടുത്തത് നമ്മൾ ഈ കവിത എഴുതിയ ഇടശ്ശേരിയെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇടശ്ശേരി. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്താണെന്നറിയാമോ? ഇവിടെ 4 ഓപ്ഷനുകളുണ്ട് കേട്ടോ. ഇടശ്ശേരി ഗോവിന്ദൻ നായർ, ഇടശ്ശേരി മൂസത്, ഇടശ്ശേരി ഭാസ്കരൻ നായർ, ഇടശ്ശേരി കുഞ്ഞികൃഷ്ണമേനോൻ. ഇതിലെ ശരിയായ ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നാണ്. ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അതെ, ഇത് ഓർത്തുവെക്കണം. കാരണം അദ്ദേഹം മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കവിയാണ്. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ കവിതകളെക്കുറിച്ചൊരു ചോദ്യം. ചോദിക്കൂ. താഴെ പറയുന്നവയിൽ ഇടശ്ശേരി എഴുതാത്ത കവിത ഏതാണ്? കാവിലെ പാട്ട്, വാഴക്കുല, പുത്തൻകലവും അരിവാളും, പൂത്തപ്പാട്ട്. ഇതിലേതാണ്? ഇതില് വാഴക്കുലയാണ് ഇടശ്ശേരി എഴുതാത്ത കവിത. വാഴക്കുലയോ? അതെ. ബാക്കി 3 കാവിലപ്പാട്ട്, പുത്തൻകലവും അരിവാളും, പൂതപ്പാട്ടൊക്കെ അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ കവിതകളാണ്. പിന്നെ വാഴക്കുല ആരാണ് എഴുതിയത്? വാഴക്കുല എഴുതിയത് മറ്റൊരു പ്രശസ്ത കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. ഓ, ചങ്ങമ്പുഴ. ശരി. അപ്പൊ വാഴക്കുല ചങ്ങമ്പുഴയുടേതാണ്. അതെ. ഇനി കവിതയിലെ വരികളെക്കുറിച്ചൊരു ചോദ്യം. ശ്രദ്ധിച്ചു കേൾക്കണേ. കറുമ്പിപ്പശു എന്ന കവിത എഴുതിയത് ആരാണ്? നമ്മളിപ്പോ പറഞ്ഞതേയുള്ളൂ. അതെ, ഉത്തരമെളുപ്പമാണ്. ഇടശ്ശേരി ഗോവിന്ദൻ നായർ. കൃത്യം. ഇനി പശുവിന്റെ കുട്ടി, ഇതിനെ ഒറ്റവാക്ക് പറയാൻ പറഞ്ഞാൽ എന്തു പറയും? അതെ, പൈക്കുട്ടി എന്ന് പറയാം. പൈക്കുട്ടി. അതെ, പൈ എന്നാൽ പശു, അതിന്റെ കുട്ടി പൈക്കുട്ടി. ലളിതമല്ലേ? ആണ്. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണേ. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ശക്തിയുടെ കവി അത് മറ്റാരുമല്ല, നമ്മുടെ ഇടശ്ശേരി ഗോവിന്ദൻ നായർ തന്നെയാണ്. ആണോ? അതെന്താ അങ്ങനെ വിളിക്കുന്നത്? അദ്ദേഹത്തിന്റെ കവിതകളിൽ സാധാരണ മനുഷ്യരുടെ ജീവിതം, അവരുടെ കഷ്ടപ്പാടുകൾ, പിന്നെ നാട്ടിൻപുറത്തെ കാഴ്ചകൾ, കൃഷി, ഇതൊക്കെ വളരെ ശക്തമായ ഭാഷയിൽ നല്ല എന്താ പറയാ, ഒരു കരുത്തോടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓഹോ. വായിക്കുമ്പോൾ നമുക്കൊരു ശക്തി തോന്നും. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത്. ഓ, അതാണല്ലേ കാര്യം. ശക്തിയുടെ കവി. കൊള്ളാം. ഇനി ശബ്ദമില്ലാത്ത അവസ്ഥ എന്ന അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? ഓപ്ഷനുകൾ: ശബ്ദം, സ്വരം, നിശബ്ദം, അശബ്ദം. ഇതിൽ ഉത്തരം നിശബ്ദമാണ്. നിശബ്ദം. അതെ, നമ്മൾ ക്ലാസ്സിലൊക്കെ ടീച്ചർ സൈലൻസ് എന്ന് പറയില്ലേ, ഒട്ടും ഒച്ചയില്ലാത്ത അവസ്ഥ, അതാണ് നിശബ്ദം. ശരിയാണ്. അപ്പോൾ നിശബ്ദം. ഇനി അടുത്തത് ശബ്ദമെന്നർത്ഥം വരാത്ത വാക്ക് ഏതാണ്? അർത്ഥം വരാത്ത വാക്ക്. അതെ. ഓപ്ഷനുകൾ: നാദം, രവം, അശബ്ദം. ഇതിലേതിനാണ് ശബ്ദമെന്നർത്ഥമില്ലാത്തത്? ഇതില് അശബ്ദം എന്ന വാക്കിനാണ് ശബ്ദമെന്ന അർത്ഥമില്ലാത്തത്. അശബ്ദം. ഒരു വാക്കിന്റെ മുൻപിൽ ആ ചേർത്താൽ പലപ്പോഴും ഇല്ലാത്തത് എന്ന അർത്ഥം വരും. അപ്പോ അശബ്ദം എന്നാൽ ശബ്ദമില്ലാത്ത അവസ്ഥ. നാദം, രവം എന്നൊക്കെ പറഞ്ഞാൽ ശബ്ദം, ഒച്ച എന്നൊക്കെ തന്നെയാണ് അർത്ഥം. മനസ്സിലായി. നാദവും രവവും ശബ്ദമാണ്, അശബ്ദം ശബ്ദമില്ലായ്മ. അതെ. ഇടശ്ശേരി കവിതകൾ മാത്രമല്ല എഴുതിയതെന്ന് തോന്നുന്നു. കൂട്ടുകൃഷി എന്നൊരു നാടകം, അതാരാണ് എഴുതിയത്? അതും ഇടശ്ശേരി ഗോവിന്ദൻ നായർ തന്നെയാണ് എഴുതിയത്. ഓ, നാടകവും എഴുതുമോ? കൃഷിക്കാർ ഒരുമിച്ച് കൃഷി ചെയ്യുന്നതിനെക്കുറിച്ചുള്ള നല്ലൊരു നാടകമാണത്. അദ്ദേഹം കവിതകളും നാടകങ്ങളുമൊക്കെ എഴുതിയിട്ടുണ്ട്. കൊള്ളാം. ഇടശ്ശേരിയെക്കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് മലയാളത്തിലെ മറ്റൊരു വലിയ കവിയിലേക്ക് പോകാം, അല്ലേ? പോകാം. ജി ശങ്കരക്കുറുപ്പ്. അദ്ദേഹത്തിന്റെ ചില വരികൾ നോക്കിയാലോ? നോക്കാം. വേനൽക്കാലം കഴിഞ്ഞാർത്തു വേഗമെത്തും കാർ. ഇത് ജി ശങ്കരക്കുറുപ്പിന്റെ ഏത് കവിതയിലേതാണ്? ഇത് അദ്ദേഹത്തിന്റെ ഇളം ചുണ്ടുകൾ എന്ന കവിതയിലെ വരികളാണ്. ഇളം ചുണ്ടുകൾ. അതെ, കുട്ടികൾക്കു വേണ്ടി എഴുതിയ പ്രകൃതി ഭംഗി നിറഞ്ഞൊരു കവിതയാണിത്.
മഴ വരുന്നത്, കൊക്കുകൾ പറക്കുന്നതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. കൊള്ളാം, ഇളം ചുണ്ടുകൾ. ഇനി അദ്ദേഹത്തിന്റെ തന്നെ വേറെ ചില വരികൾ. പറയൂ. പൂഴിപ്പുത്തപ്പുടൻ മാറ്റിക്കുഴഞ്ഞെഴുന്നേൽക്കുക സോദര, വെളിക്കു കാത്തു നിൽക്കുന്നു വെളിച്ചം എഴുന്നേൽക്കുക. ഇതാരുടേതാണ്? ഇതും ജയശങ്കരക്കുറുപ്പിന്റെ പ്രശസ്തമായ വരികളാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? മണ്ണിൽ പുതഞ്ഞു കിടക്കാതെ ഉണർന്ന് എഴുന്നേറ്റ് വെളിച്ചത്തിലേക്ക് വരാൻ പ്രവർത്തിക്കാൻ പറയുന്ന നല്ല ഉന്മേഷം തരുന്ന വരികളാണിവ. നമ്മളോടാണ് കവി എഴുന്നേൽക്കാൻ പറയുന്നത്. ഓ, നല്ല മോട്ടിവേഷനാണല്ലോ. അതെ. കൊള്ളാം. നമ്മൾ നേരത്തെ കറുമ്പിപ്പശു കവിതയെക്കുറിച്ച് പറഞ്ഞപ്പോ ഒരു താളത്തിന്റെ കാര്യം സൂചിപ്പിച്ചില്ലേ? വഞ്ചിപ്പാട്ടിന്റെ വൃത്തമേതാണ്? വള്ളംകളി പാട്ടുകളുടെ ഈണം ഓർമ്മയുണ്ടോ? ഉണ്ടുണ്ട്. വഞ്ചിപ്പാട്ടിന്റെ വൃത്തത്തിന്റെ പേരാണ് നദോന്നത. നദോന്നത. ആ പ്രത്യേക താളത്തിന് പറയുന്ന പേരാണത്. തുഴയുന്നത് പോലെയുള്ളൊരു താളം. അപ്പോ കറുമ്പിപ്പശു എന്ന കവിത ഏതു വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത്? അതും ഇതേ നദോന്നത വൃത്തത്തിൽ തന്നെയാണ്. ഓ, അതുകൊണ്ടാണോ? അതെ, അതുകൊണ്ടാണ് കവിത ചൊല്ലുമ്പോൾ നമുക്കൊരു വഞ്ചിപ്പാട്ട് കേൾക്കുന്ന പോലെയോ വള്ളം തുഴയുന്ന പോലെയൊക്കെ തോന്നുന്നത്. കൊള്ളാം. ഇനി കവിതയിലെ വരികളിലേക്ക് വരാം. ഈ വരികളിലെ കറുമ്പിയായ ഒരു കുറുമ്പിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ആരാണ് ഈ കുറുമ്പ്? നമ്മുടെ ചോട്ടയന്മിലെ കാളിയെ പോലെയാണോ? അത് ആകാശത്തിലെ കാർമേഘമാണ്. കാർമേഘമോ? അതെ, മഴ പെയ്യിക്കാൻ വരുന്ന കറുത്ത മേഘമില്ലേ, അതിനെയാണ് കവി ഒരു കുറുമ്പുള്ള കുട്ടിയെപ്പോലെ സങ്കൽപ്പിച്ച് പറയുന്നത്. ചിലപ്പോൾ മഴ പെയ്യാതെ നമ്മളെ പറ്റിച്ചു പോകുന്ന മേഘങ്ങൾ കണ്ടിട്ടില്ലേ? ശരിയാണ്. അതാണാ കുറുമ്പ്. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണേ. കേൾക്കാം. കനത്തോരകിടുമായി കടന്നുവരുമതിൻ കിതപ്പാണീ പ്രപഞ്ചത്തിൻ പ്രസക്ത താളം. ഇവിടെ കവി പ്രപഞ്ചത്തിന്റെ താളമെന്നു പറയുന്നത് എന്തിനെയാണ്? വിത്തിനെയാണോ, കാർമേഘത്തെയാണോ, പൈക്കുട്ടിയെയാണോ, അതോ മഴയെയാണോ? കവി ഇവിടെ പ്രപഞ്ചത്തിന്റെ, ഈ ലോകത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട താളമായി പറയുന്നത് മഴയുടെ ശബ്ദത്തെയാണ്. മഴയുടെ ശബ്ദമോ? അതെ, മഴ പെയ്യുമ്പോൾ ഒരു സംഗീതം പോലെയല്ലേ, ഒരു താളം. ആ ശബ്ദമാണ് ലോകത്തിന്റെ താളമെന്നാണ് കവി പറയുന്നത്. കൊള്ളാം, മഴയുടെ സംഗീതം. ആദ്യം എന്ന് പറയുമ്പോൾ മഴ ശക്തിയായി പെയ്യുന്നതിനു മുൻപ് ആകാശത്ത് കേൾക്കുന്ന ആദ്യത്തെ ഗും ഗും ശബ്ദമില്ലേ? ഇടിയുടെ ശബ്ദം. അതെ, ആ ഇടിമുഴക്കത്തെയാണ് കവി ഉദ്ദേശിക്കുന്നത്. ഓ, അപ്പോ ഇവിടെ ഇടിമുഴക്കമാണല്ലേ? അതെ. അപ്പോ ഒരേ വാക്ക് കവി രണ്ടു വ്യത്യസ്ത അർത്ഥങ്ങളിൽ രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടോ? കവിതയിൽ അങ്ങനെയൊക്കെ ഉണ്ടാവാം. കൊള്ളാം. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റിപ്പോകുമല്ലോ. നന്ദി. ഇനി ജി ശങ്കരക്കുറുപ്പിന്റെ മറ്റ് ചില വരികൾ. തൂമന്ദഹാസത്തിൻ വെണ്ണുര, നിർമ്മല പ്രേമപ്രവാഹത്തിൻ മന്ദധ്വാനം. എന്തു ഭംഗിയുള്ള വരികൾ! ഇതാരുടേതാണ്? ഇത് ജി ശങ്കരക്കുറുപ്പിന്റെ തന്നെയാണ്. അദ്ദേഹത്തിന് പ്രകൃതിയിലെ ചെറിയ കാര്യങ്ങളെപ്പോലും ഇതുപോലെ മനോഹരമായി വർണ്ണിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. ശരിയാണ്. ഒരു പുഞ്ചിരി, സ്നേഹം, ഇതൊക്കെയാണ് ഈ വരികളിൽ പറയുന്നതല്ലേ? അതെ. അദ്ദേഹം വലിയ കവിയാണെന്ന് മനസ്സിലായി. ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കൂ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠം. അതെ. അത് ആദ്യമായി നേടിയ മലയാളി ആരാണ്? അത് ജി ശങ്കരക്കുറുപ്പ് തന്നെയാണ്. ആണോ? അതെ. അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന കവിതാസമാഹാരത്തിനാണ് 1965 ആ വലിയ പുരസ്കാരം ആദ്യമായി ലഭിച്ചത്. ഓടക്കുഴൽ? അതെ. മലയാള ഭാഷയ്ക്ക് കിട്ടിയ വലിയൊരു അംഗീകാരമായിരുന്നു അത്. ജി ശങ്കരക്കുറുപ്പ്. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവ്. ഓർത്തുവെക്കാം. തീർച്ചയായും. ശരി, ആ കുട്ടി ഉറങ്ങിക്കിടക്കുകയാണെന്ന് കവിതയിൽ പറയുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് വിത്ത് മണ്ണിൽ വീണുകഴിഞ്ഞാൽ മഴ പെയ്യുന്നതുവരെ അതിന് മുളയ്ക്കാൻ പറ്റില്ലല്ലോ. ശരിയാണ്. അത് അനങ്ങാതെ പുറത്തേക്ക് വരാതെ മണ്ണിനടിയിൽ ഒതുങ്ങിക്കിടക്കുകയല്ലേ. ആ കിടപ്പിനെയാണ് കവി കുട്ടി ഉറങ്ങുകയാണെന്ന് പറയുന്നത്. ഓഹോ. മഴവെള്ളം കിട്ടുമ്പോഴാണ് ആ ഉറക്കം വിട്ട് ഉണർന്ന് മുള പൊട്ടുന്നത്. അതാണ് കാര്യം. അപ്പൊ ഈ വരികളുടെ അർത്ഥം വ്യക്തമായല്ലോ. ഇച്ചെറു നെൽവിത്തിലൊരു കൊച്ചു പൈക്കുട്ടിയുണ്ടതിന് ഉച്ചയ്ക്കഹോ നിശ്ചലമായി കിടന്നുറങ്ങും. അതെ, ഒരു ചെറിയ നെൽവിത്തിനകത്തും ഒരു ജീവൻ, ഒരു പൈക്കുട്ടിയെപ്പോലെ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് അനങ്ങാതെ പുറത്തു വരാനുള്ള സമയം കാത്ത് ശാന്തമായി ഉറങ്ങിക്കിടക്കുകയാണെന്നാണ് കവി പറയുന്നത്. കൊള്ളാം. ഇനി ഒരു ശൈലി ചോദിച്ചാലോ? ചോദിക്കൂ. ആളൊരു കാന്താരിയാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം?
നമ്മുടെ ടോം ആൻഡ് ജെറിയിലെ ജെറിയെ പോലെ കുറുമ്പനാണെന്നാണോ അതോ നല്ല എരിവുള്ള ആളാണോ? ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ. കാന്താരി മുളകിന് നല്ല എരിവും എന്താ പറയാ ഒരു ജാജുവൊക്കെ ഉണ്ടല്ലോ. ആ ഉണ്ട്. അതുപോലെ നല്ല ചൊറുചൊറുക്കുള്ള അല്പം കുറുമ്പും തന്റേടവുമൊക്കെയുള്ള ചിലപ്പോൾ ഷാഠ്യമൊക്കെയുള്ള ഒരാളെക്കുറിച്ചാണ് ആളൊരു കാന്താരിയാണ് എന്ന് പറയുക. ഓ കുറച്ച് വികൃതിയൊക്കെ കാണിക്കുന്ന എന്നാൽ മിടുക്കുള്ള ആൾ. കാന്താരി. ഇനി നമുക്ക് കവിതയുടെ ലോകത്ത് നിന്ന് കഥയുടെ ലോകത്തേക്ക് പോയാലോ? പോകാം. യുറീക്ക മാമൻ എന്നറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനുണ്ട്. ആരാണ് അദ്ദേഹം? ഓപ്ഷൻസ്: എസ് കെ പൊറ്റക്കാട്ട്, കുഞ്ഞുണ്ണി മാഷ്, വൈക്കം മുഹമ്മദ് ബഷീർ, എസ് ശിവദാസ്. എസ് ശിവദാസ് ആണ് യുറീക്ക മാമൻ എന്ന പേരിൽ കുട്ടികൾക്കിടയിൽ പ്രശസ്തനായത്. യുറീക്ക മാമൻ? അതെ, അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ശാസ്ത്രത്തെക്കുറിച്ചുള്ള കഥകളും ലേഖനങ്ങളും ലളിതമായി എഴുതിയിട്ടുണ്ട്. യുറീക്ക എന്നൊരു കുട്ടികളുടെ ശാസ്ത്ര മാഗസിൻ പണ്ട് വളരെ പ്രശസ്തമായിരുന്നു. ആഹാ, കേട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം സ്ഥിരമായി എഴുതിയിരുന്നു. അങ്ങനെ കിട്ടിയ പേരാണത്. യുറീക്ക മാമൻ, എസ് ശിവദാസ്. അദ്ദേഹത്തിന്റെ ഒരു പാഠഭാഗം ഈ യൂണിറ്റിലുണ്ട്. അഖില ലോക പഴം പച്ചക്കറി മഹാസമ്മേളനം. ആ, രസമുള്ള പാഠമാണ്. ഇതേത് പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്? ഇത് എസ് ശിവദാസിന്റെ കാന്താരിക്കുട്ടിയും കൂട്ടുകാരും എന്ന പുസ്തകത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ്. കാന്താരിക്കുട്ടിയും കൂട്ടുകാരും? അതെ, പഴങ്ങളും പച്ചക്കറികളുമൊക്കെ സംസാരിക്കുന്ന ഒരു കഥയാണിത്. കൊള്ളാം. ഇനി വളരെ പ്രശസ്തമായ 2 വരികൾ പറയാം. ഇത് ആരെഴുതിയതാണെന്ന് പറയണം. ശരി. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമമലെ വിവേകികൾ. ഓ, ഇത് വളരെ പ്രധാനപ്പെട്ട വരികളാണ്. ഇത് മലയാളത്തിലെ മഹാകവികളിലൊരാളായ കുമാരനാശാന്റെ വരികളാണ്. കുമാരനാശാൻ? അതെ, അദ്ദേഹത്തിന്റെ നളിനി എന്ന കാവ്യത്തിലുള്ളതാണ്. ഇതിന്റെ അർത്ഥമെന്താണെന്ന് വച്ചാൽ, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി അവരുടെ നന്മയ്ക്കു വേണ്ടി സ്വന്തം ജീവിതം ഉപയോഗിക്കുമ്പോഴാണ് ബുദ്ധിയുള്ളവരുടെ നല്ല മനുഷ്യരുടെ ജീവിതം ധന്യമാവുന്നത്, അർത്ഥപൂർണമാകുന്നത് എന്നാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് നല്ല ജീവിതം എന്നർത്ഥം. വളരെ നല്ല സന്ദേശം. അതെ. ആ പഴം പച്ചക്കറി സമ്മേളനത്തിൽ കാന്താരി ഒരു പ്രസംഗം നടത്തുന്നുണ്ടല്ലോ. ഉവ്. അതിൽ പാവങ്ങളെക്കുറിച്ച്, അതായത് പാവയ്ക്കയെക്കുറിച്ച് എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? മിടുക്കരായെന്നാണോ, വണ്ണമുള്ള എന്നാണോ, ഉശിരുള്ള എന്നാണോ, നീളമുള്ള എന്നാണോ? പാവയ്ക്കയെ ഉശിരുള്ള പാവങ്ങൾ എന്നാണ് കാന്താരി വിശേഷിപ്പിച്ചത്. ഉശിരുള്ള പാവങ്ങൾ? അതെ. പാവയ്ക്കയ്ക്ക് കുറച്ച് കയ്പുണ്ടെങ്കിലും അത് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, നല്ല ഉശിരുണ്ടാവും എന്നർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞത്. ഉശിരുള്ള പാവങ്ങൾ. കൊള്ളാം. നമ്മളിപ്പോ കുറേ ചോദ്യോത്തരങ്ങൾ ചർച്ച ചെയ്തല്ലോ. ചെയ്തു. കൂട്ടുകാർക്ക് ഇതൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതെ, നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ശരി, നമുക്ക് തുടർന്നാലോ? തുടരാം. ഇനി അക്ഷരത്തെറ്റ് കണ്ടെത്താനുള്ള ചില ചോദ്യങ്ങളാണ്. ശ്രദ്ധിച്ചു നോക്കണേ. നോക്കാം. ചുവടെ കൊടുത്തതിൽ ശരിയായ പദം ഏതാണ്? അഭിവാദനം, 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 അഭിവാദനം. ഇതിലേതാണ് ശരിയായി എഴുതിയത്? ഇതിലെ ശരിയായ പദം അഭിവാദനം എന്നതാണ്, 3ാമത്തെ ഓപ്ഷൻ. അഭിവാദനം. അതെ, അവിടെ ദ ആണ് വരേണ്ടത്. ധായോ, ഥായോ, തായോ അല്ല. അഭിവാദനം എന്ന് വച്ചാൽ വന്ദനം, ബഹുമാനം പ്രകടിപ്പിക്കൽ എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അഭിവാദനം. അടുത്തത് താഴെ കൊടുത്ത വാക്കുകളിൽ തെറ്റായ പദമേതാണ്? തെറ്റായ പദം. അതെ, സംഭാവന, അംഗീകാരം, പ്രഖ്യാപനം, അഭിമാനം. ഇതിൽ ഒരെണ്ണം തെറ്റിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ തെറ്റായ പദം അഭിമാനമാണ്, അവസാനത്തേത്. അഭിമാനം. ശരിക്കും വേണ്ടത് അഭിമാനം എന്നാണ്. ഭ എന്ന അക്ഷരമാണ് അവിടെ വരേണ്ടത്, ബ അല്ല. ഓ, ഭാവരണം. അതെ, അഭിമാനം എന്നാൽ നമുക്ക് നമ്മളെക്കുറിച്ചോ മറ്റുള്ളവരെക്കുറിച്ചോ ഉള്ള മതിപ്പ്, ഒരു പ്രൈഡ് എന്നൊക്കെ പറയില്ലേ, അതാണ്. ശരി, അപ്പോ അഭിമാനം തെറ്റാണ്, അഭിമാനം ശരിയാണ്. അതെ. ഇനി ശരിയായ പദം ഏതാണെന്ന് കണ്ടെത്തണം. അധ്യക്ഷത, 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 അധ്യക്ഷത. ഇതെല്ലാം കേൾക്കാൻ ഒരുപോലെയുണ്ടല്ലോ. ഉണ്ട്. ഏതാണ് ശരി? ശരിയായ പദം ആദ്യത്തേതാണ്, അധ്യക്ഷത. അധ്യക്ഷത. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ അക്ഷരം ആയാണ്, അധ അല്ല. പിന്നെ ക്ഷ എന്ന അക്ഷരമാണ് ഉപയോഗിക്കേണ്ടത്, ഷ അല്ല. ആ, ക്ഷ. അധ്യക്ഷത വഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മീറ്റിംഗിലോ പരിപാടിയിലോ പ്രധാന ആളായി, അധ്യക്ഷനായി ഇരിക്കുക എന്നാണ്. ശരി,
അധ്യക്ഷത. ഓക്കെ, ശ്രദ്ധിക്കാം. ഉം, ഇനി വീണ്ടും യുറീക്ക മേമൻ എസ് ശിവദാസിനെക്കുറിച്ചൊരു ചോദ്യം. ചോദിക്കൂ. താഴെ പറയുന്ന പുസ്തകങ്ങളിൽ അദ്ദേഹത്തിൻ്റെതല്ലാത്ത പുസ്തകം ഏതാണ്? വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകം, സ്വർഗത്തിലേക്കുള്ള താക്കോൽ, മാത്തൻ മണ്ണീര കേസ്, കാക്കത്തൊള്ളായിരം. ഇതിൽ കാക്കത്തൊള്ളായിരമാണ് പ്രൊഫസർ എസ് ശിവദാസിന്റേതല്ലാത്ത പുസ്തകം. കാക്കത്തൊള്ളായിരം അതാരുടേതാണ്? അത് കുട്ടികൾക്ക് പ്രിയങ്കരനായ മറ്റൊരു കവി കുഞ്ഞുണ്ണി മാഷുടെ വളരെ പ്രശസ്തമായ ഒരു കൃതിയാണ്. ഓ, കുഞ്ഞുണ്ണി മാഷ്. അതെ, ബാക്കി 3 പുസ്തകങ്ങളും വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകം, സ്വർഗത്തിലേക്കുള്ള താക്കോൽ, മാത്തൻ മണ്ണീര കേസൊക്കെ എസ് ശിവദാസ് കുട്ടികൾക്കായി എഴുതിയതാണ്. ശരി ശരി. അപ്പൊ കാക്കത്തൊള്ളായിരം കുഞ്ഞുണ്ണി മാഷുടേതാണ്. അതെ. ആ പഴം പച്ചക്കറി സമ്മേളനത്തിന്റെ അവസാനം അവരെയെല്ലാം യാത്രയാക്കുമ്പോ കാന്താരി ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട്. എന്തായിരുന്നു ആ സന്ദേശം? ജീവൻ ത്യജിക്കാൻ സന്നദ്ധരായി പോകൂ എന്നോ, സ്വയം ഗുണങ്ങളിൽ വിശ്വാസമർപ്പിക്കൂ എന്നോ, അഭിമാനത്തോടെ യാത്രയാകൂ എന്നോ, അതോ പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ടു പോകൂ എന്നോ? കാന്താരി അവരോട് പറഞ്ഞത് പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ടു പോകൂ എന്നാണ്. പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ടു പോകൂ. അതെ. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി പോകുമ്പോൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടു പോകണം എന്നൊരു നല്ല സന്ദേശമാണത്. നല്ല സന്ദേശം. ഇനി ഒരു പ്രസ്താവനയാണ്. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തണം. ഓക്കെ. ശ്രദ്ധിച്ചു കേൾക്കണേ. 1. എല്ലാ പഴങ്ങളും പച്ചക്കറികളും ഒരേപോലെ പോഷണ ഗുണങ്ങൾ ഉള്ളതാണ്. 2. യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത് തണ്ണിമത്തനാണ്. ശരി. 3. പഴം പച്ചക്കറി അഖിലലോക സഭ ആലുമൂടി ചന്തയിൽ ചേരുന്നു. 4. പ്രസംഗം നടത്തുന്നത് കാന്താരിയാണ്. ഇതിൽ ഏതാണ് തെറ്റ്? ഇതിലെ തെറ്റായ പ്രസ്താവന അതാദ്യത്തേതാണ്. എല്ലാ പഴങ്ങളും പച്ചക്കറികളും ഒരേപോലെ പോഷണഗുണങ്ങളുള്ളതാണെന്ന്. ആണോ? അത് തെറ്റാണോ? അതെ, അത് ശരിയല്ല. ഓരോ പഴത്തിനും പച്ചക്കറിക്കും അതിൻ്റേതായ പ്രത്യേക ഗുണങ്ങളുണ്ട്. ചിലതിൽ വിറ്റാമിൻ സി കൂടുതൽ കാണും, ഓറഞ്ചിലൊക്കെ പോലെ. ആ. ക്യാരറ്റിൽ വിറ്റാമിൻ എ കൂടുതലുണ്ട്. അപ്പോ എല്ലാം ഒരുപോലെയല്ല. ഓരോന്നിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്, അളവിലും വ്യത്യാസമുണ്ടാകാം. ഓ, ശരിയാണ്. ബാക്കി പ്രസ്താവനകൾ ആ കഥയനുസരിച്ച് ശരിയാണ്. തണ്ണിമത്തനാണ് അധ്യക്ഷൻ, ആലുമൂടി ചന്തയിലാണ്, കാന്താരിയാണ് പ്രസംഗിച്ചത്. അപ്പോ ഓരോന്നിനും ഓരോ ഗുണമാണുള്ളത്. ഓക്കെ. ഇനി അവസാനമായി ഒരു വാക്യത്തിന്റെ ആശയം പറയാമോ? പറയാം. മറ്റുള്ളവർക്കായി ജീവിതം ഉഴിഞ്ഞുവെച്ച് കാത്തിരിക്കുന്നിടത്തോളം വലിയ ത്യാഗം മറ്റെന്തുണ്ട്? ഈ വാക്യത്തിന്റെ പ്രധാന ആശയം ഇതാണ്. മറ്റുള്ളവരുടെ നന്മയ്ക്കുവേണ്ടി അവർക്കുപകാരപ്പെടാനായി സ്വന്തം ജീവിതം തന്നെ മാറ്റിവെച്ച് ക്ഷമയോടെ കാത്തിരിക്കുന്നതിനേക്കാൾ ഒരു വലിയ ത്യാഗം, ഒരു വലിയ നല്ല കാര്യം വേറെയില്ല. ഓ. പഴങ്ങളും പച്ചക്കറികളുമൊക്കെ മനുഷ്യർക്ക് കഴിക്കാൻ വേണ്ടി സ്വയം തയ്യാറായി കാത്തിരിക്കുന്നതുപോലെ ഒരു വലിയ ത്യാഗമാണത് എന്നാണിവിടെ പറയുന്നത്. വളരെ നല്ലൊരു ചിന്തയാണത്. അതെ. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ ഈ ചോദ്യോത്തരങ്ങളിലൂടെയുള്ള യാത്ര ഇവിടെ കഴിയുകയാണ്. കാറ്റേ കടലെ എന്ന യൂണിറ്റിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു, അല്ലേ? അതെ. കവിതകളും കഥകളും പുതിയ വാക്കുകളുമൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഇന്നത്തെ ഈ ചർച്ച നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ഇതുപോലുള്ള കൂടുതൽ പാഠഭാഗങ്ങളും വീഡിയോകളും കാണാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതെ, ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്തു കൊടുക്കണം കേട്ടോ. അപ്പോ അടുത്ത തവണ കാണാം. ടാറ്റാ. ബൈ ബൈ.